CPM-ന് ജനങ്ങൾ നൽകിയത് നല്ല നടപ്പിനുള്ള മുന്നറിയിപ്പ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ജനങ്ങൾ നൽകിയത് കർശന മുന്നറിയിപ്പാണ്. തെറ്റ് തിരുത്താനും ശൈലി മാറ്റാനുമുള്ള നല്ല നടപ്പിനുള്ള അവസരം ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ കനത്ത തോൽവിയെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. കേന്ദ്ര നേതൃത്വവും LDF-ലെ ഘടകകക്ഷികളടക്കം തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിച്ചിരിക്കുകയാണ്. വോട്ടിൻ്റെ പാറ്റേൺ കാണുന്നത് ഭാവിയിൽ ഒരപകടം പതിയിരിക്കുന്നത് വ്യക്തമാക്കുന്നു. അഹങ്കാരം കൈവിടാതെ മുന്നോട്ട് പോയാൽ ബംഗാളും ത്രിപുരയും ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഒരു ദുസ്സൂചനയാണ് BJP-യുടെ അപ്രതീക്ഷിതമായ കടന്നുകയറ്റം നൽകുന്ന മുന്നറിയിപ്പ്. ജനങ്ങളുടെ മാറ്റം സംശയത്തിന് ഇടവരുത്തുന്നു. മഞ്ഞക്കുറ്റി നാട്ടിയപ്പോൾ CPM കോട്ടയിൽ ചില ചലനമുണ്ടാക്കുമെന്ന് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആലപ്പുഴയിലും കണ്ണൂരിലും CPM ശക്തി കേന്ദ്രങ്ങളിലും BJP കടന്നു കയറിയത് മാത്രമല്ല, വൻതോതിൽ വോട്ട് വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കേരളത്തിൽ എക്കാലവും CPM-നെ പിന്തുണച്ച ശക്തമായ സമുദായ വിഭാഗങ്ങൾ സംഘപരിവാറുമായി ഒത്തുചേർന്നു പോകുന്ന പ്രകടനമാണ് കാണാൻ കഴിഞ്ഞതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിട്ട് വ്യക്തമാക്കുന്നു. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിൽ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് അത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, സ്വന്തം അണികളിൽ നിന്നാണ്. അതിൻ്റെ ദുസ്സൂചനകൾ എത്രയോ സീനമാർ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുഖം നോക്കാതെ നടപടി എന്നത് കേരളത്തിലെ ഒരാളും വിശ്വസിക്കില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിനെ ജനങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ബോംബ് പൊട്ടി മരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നവർ ജനങ്ങൾ അതും ഒരു തരത്തിലാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയത് LDF ആണ്. ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞത് കൃത്യമായി പാലിച്ചുവെന്ന് ജനങ്ങൾ പറയുന്നു. ഇനി ശരിയാക്കാൻ ബാക്കി ഒന്നുമില്ലെന്നും അവർ സൂചിപ്പിക്കുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവനകളും പരാമർശങ്ങളുമാണ് ജനങ്ങളെ അതിശയിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത് അതിശയിപ്പിക്കുന്നതാണ്. ലീഗിൻ്റെയും SDPI-ൻ്റെയും സമസ്തയുടെയും ന്യൂനപക്ഷങ്ങളുടെയും ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു വിഭാഗത്തിലെയും സമുദായങ്ങളുടെയും വോട്ടുകൾ UDF-നും BJP-ക്കും ലഭിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പുറമെ ചാനലുകളും മാധ്യമങ്ങളും അവർക്ക് സഹായമായി മാറിയെന്നും അവർ കണക്കുകൂട്ടി. മൊത്തത്തിൽ എല്ലാ വിഭാഗവും LDF-ന് കൈവിട്ടു. എന്നാൽ പാർട്ടിയെ അടിയുറച്ച് വിശ്വസിക്കുന്നവരും സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംഘടനകളും പാർട്ടിയുടെ ആനുകൂല്യം പറ്റുന്ന ഒരു വിഭാഗം പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്ന വിഭാഗവും മാത്രമാണ് പിന്തുണച്ചതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭരണം പോയാൽ അതും ഇല്ലാതാകും എന്ന രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയും വിലയിരുത്തുന്നു. എന്തായാലും ഇടതിൻ്റെ അനുഭാവികളും നിഷ്പക്ഷ ഭരണവിരുദ്ധ വികാരത്തിൽ പെട്ടുപോയി താഴെ തട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും സർക്കാർ ആനുകൂല്യങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരും ഇതിനെ കൈവിടേണ്ട സ്ഥിതി വരുത്തി വെച്ചതും വിനയായിരിക്കുകയാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആലപ്പുഴയിലും കണ്ണൂരിലും CPM ശക്തി കേന്ദ്രങ്ങളിലും BJP കടന്നു കയറിയത് മാത്രമല്ല, വൻതോതിൽ വോട്ട് വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അവർ കണക്കുകൂട്ടുന്നു. വിദേശ യാത്രകളും വികസന മുരടിപ്പും നേതാക്കളുടെയും മന്ത്രിമാരുടെയും ആർഭാടവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ധൂർത്തും വാഹന വ്യൂഹവും കേരള ജനത അത്ഭുതത്തോടെ കാണുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർക്ക് ഈ ഭരണം അമ്പരപ്പിച്ചിരിക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വരാനിരിക്കുന്ന പഞ്ചായത്ത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം
സ്വാധീനിക്കുമെന്ന് വിലയിരുത്തുകയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊന്നും ഇത്രയും ശക്തമായ സ്ഥാനാർത്ഥികളെ LDFും CPMും മത്സരിപ്പിച്ചിട്ടില്ല. അത്തരം കൊമ്പന്മാരെല്ലാം അമ്പരപ്പിക്കുന്ന പടുതോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. സൂപ്പർ സ്റ്റാർ സ്ഥാനാർത്ഥികളും ലേഡി സൂപ്പർ സ്റ്റാർ സ്ഥാനാർത്ഥികളും അപ്രത്യക്ഷമായി അഹങ്കാരത്തിനും അഹംഭാവത്തിനും ജനങ്ങൾ അറിഞ്ഞു നൽകിയ കനത്ത തിരിച്ചടിയെന്ന് ഈ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. തെറ്റ് തിരുത്തില്ല. ഈ ഭരണത്തിൽ തിരുത്തൽ ഉണ്ടാവുകയേയില്ല. തുടരുക എന്ന് തന്നെ ചെയ്യും. ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചാണ് പോക്കെന്ന് വ്യാപകമായ ആരോപണം. വീണ്ടും കനത്ത പരാജയം വിളിച്ചു വരുത്തുന്നു. TP വധക്കേസിൽ പ്രതികളെ വിട്ടയക്കാൻ നീക്കം സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് KK രമ MLA ആക്ഷേപിച്ചു. പ്രതികളായ TK രതീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജീത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ ആവശ്യമായ പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ കത്താണ് പുറത്തായത്. പെരുമാറ്റച്ചട്ടം പിൻവലിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് എന്ന ആരോപണവും ശക്തമാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനാണ് ആലോചന. വിട്ടയക്കാനായ റിപ്പോർട്ട് എത്രയും വേഗം നൽകാനാണ് കത്തിലെ ആവശ്യം. ഇത്തരത്തിൽ 59 പ്രതികളെയാണ് വിട്ടയക്കാൻ നീക്കം. ഹൈക്കോടതി ജീവപര്യന്ത തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ നീക്കം നടത്തി വരുന്നത്. 20 വർഷം വരെ പ്രതികൾക്ക് ഇളവ് നൽകരുതെന്നാണ് ഹൈക്കോടതി വിധി. പ്രതികളുടെ അപ്പീൽ തള്ളിയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത്. ഈ മാസം പ്രതികൾക്ക് പരോളും അനുവദിച്ചിരുന്നു. TP വധക്കേസിന് പിന്നിൽ എത്ര പേരുടെ അധ്വാനമാണ് കേസുമായി കോടതിയിലും മറ്റുമായി നടന്നത്. അങ്ങനെ അഹോരാത്രം കഷ്ടപ്പെട്ട് നടപ്പിലാക്കി നേടിയെടുത്ത നീതിയെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. സർക്കാരുകളുടെ ഇത്തരം പ്രവണതകൾ വീണ്ടും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കൂട്ടാൻ സഹായകമാവുമെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. പരോളിൽ പോകുന്ന കൊടും കുറ്റവാളികൾക്ക് സ്വീകരണവും സ്മാരകങ്ങളും ഉണ്ടാക്കുന്നു. പരോളിൽ ഇങ്ങനെയും ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെടുന്ന സംഭവങ്ങളും കാണാൻ സാധിക്കുകയാണ്. ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ജയിൽവാസം സർക്കാർ സർവീസായി കണക്കാക്കണമെന്ന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്ന വിധത്തിലാണ് തീരുമാനങ്ങൾ വരുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തരഫലം അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണുമെന്ന് ജനങ്ങൾ പറയുകയാണ്. TP വധക്കേസ് പ്രതികളുടെ മോചനം പട്ടികയിൽ ഉൾപ്പെട്ടത് സ്വാഭാവികമായാണ്. കണ്ണൂർ ജയിൽ മേധാവി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട തടവ് പുള്ളികളുടെ പട്ടികയിൽ TP വധക്കേസിലെ 3 പ്രതികൾ ഉൾപ്പെട്ടത് വിവാദമായപ്പോൾ അവരെ വിട്ടയക്കില്ലെന്ന് ന്യായവുമായി ജയിൽ മേധാവി. 10 വർഷം ജയിലിൽ കിടന്നവർ എന്ന നിലയിൽ പാർട്ടിയിൽ ഇവർ സ്വാഭാവികമായും ഉൾപ്പെടുകയായിരുന്ന ശിക്ഷ ഇളവ് നൽകാതെ ഹൈക്കോടതി വിധി ജയിൽ സൂപ്രണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ മലക്കം മറിഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി ജയിൽ മോചനത്തിനായി പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 10 വർഷത്തിലെ ജയിലിൽ കിടക്കുന്നവർ എന്ന നിലയിൽ TP വധക്കേസിലെ പ്രതികളെ 3 പേർ ഇടം പിടിച്ചിരിക്കുകയാണെന്നാണ് ന്യായീകരിച്ചു വരുന്നത്. വീണ്ടും ബോംബുകൾ കണ്ടെടുത്തു. കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പിലാണ് 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. കണ്ണൂർ കൂത്തുപറമ്പിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഉഗ്രശേഷിയുള്ള 2 സ്റ്റീൽ ബോംബുകൾ ചാക്കിൽ കെട്ടിയ നിലയിൽ പോലീസ് കണ്ടെത്തി. പോലീസിൻ്റെ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെടുത്തത്. അമ്പിലാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമീപത്തിലെ പറമ്പിലാണ് ബോംബുകൾ കണ്ടെടുത്തത്. എരിഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ ഒരു വയോധികൻ സ്റ്റീൽ ബോംബ് പൊട്ടി മരണപ്പെട്ടത് വിവാദമായ ഈ കേസിൻ്റെ പരിശോധന നടത്തുമ്പോഴാണ് വീണ്ടും സ്റ്റീൽ ബോംബ് കണ്ടെടുക്കുന്നത്. ബോംബ് സ്ഫോടനവും അതിനോടനുബന്ധമായി നടക്കുന്ന മരണങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂർ ജില്ലയിലുണ്ടായ ബോംബ് നിർമ്മാണവും സ്ഫോടനവും വലിയ വാർത്താ പ്രാധാന്യം തേടിയതാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ്
ലോകമഹായുദ്ധം നടന്നതും ഹിരോഷിമ നാഗസാക്കിയിൽ ലോകത്തെ നടുക്കിയ അണുബോംബുകൾ വർഷിച്ചതായി പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണൂരുമായി അതിന് ബന്ധമുണ്ടോ എന്ന് പുതിയ തലമുറ സംശയിച്ചാലും കുറ്റം പറയാനാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു.